അപ്പൊ CA റെഗുലേഷൻ 2023 ഈ കഴിഞ്ഞ ജൂൺ 8 പുറത്തിറങ്ങി. ആ CA റെഗുലേഷൻ 2023 പറയുന്നു KSEBിയിലെ നിലവിലുള്ള എല്ലാ ജീവനക്കാരെയും ആസ് ഓൺ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആയ ജൂൺ 8 വെച്ച് നിലവിലുള്ളവരെ സംരക്ഷിച്ചിരിക്കുന്നു. റെഗുലേഷൻ 6 പറഞ്ഞിരിക്കുക. അവർക്കൊരു ട്രെയിനിങ് നൽകണം. ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റായി. ട്രെയിനിങ്ങിന്റെ ഷെഡ്യൂൾ ബോർഡ് ഇതുവരെ ആരംഭിച്ചോ? എന്തിനാണ് ഇങ്ങനെ കുറെ വലിയ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്? ജൂൺ 8 പുറത്തിറങ്ങിയ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ 2023 റെഗുലേഷൻ അനുസരിച്ച് നിലവിലുള്ള എല്ലാ ജീവനക്കാരെയും നോട്ടിഫിക്കേഷൻ ഡേറ്റ് വെച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിലേക്കായി ഞങ്ങൾ ചീഫ് എഞ്ചിനീയർ HRMനെ ഒരു വിവരാവകാശ കത്ത് അപേക്ഷ നൽകി. 12/7/2023 നൽകിയത്. ഈ കത്ത് ഈ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ നൽകുവാനുള്ള കാരണം, ഈ റെഗുലേഷൻ 2023 ജൂൺ 8 പുറത്തിറങ്ങിയതിന് ശേഷം ഉടനെ തന്നെ ജൂലൈ മാസത്തിൽ ഞങ്ങൾ ബോർഡ് CMDക്ക് ഒരു കത്ത് കൊടുക്കുകയുണ്ടായി. 12/7 ഞങ്ങൾ നൽകിയ കത്താണ്. നടപടിയൊന്നും വരാതെ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരു കത്ത് കൂടി നൽകി. അപ്പോൾ ആ കത്തനുസരിച്ച് തിരിച്ചും നടപടിയൊന്നും എടുത്തില്ല. അതിലും നടപടിയൊന്നും ബോർഡ് എടുത്തില്ല. അത് കൊടുത്തത് ജൂൺ 6 ശേഷം തൊട്ടടുത്ത ദിവസമാണ്. അങ്ങനെ മറുപടിയൊന്നും ബോർഡ് നിലപാടെടുത്തില്ല എന്ന് മനസ്സിലാക്കി. എന്നാൽ ഇത് സത്യമാണോ, എടുത്തിട്ടുണ്ടോ എന്ന് അറിയുകയും വേണം. ഞങ്ങൾക്ക് വ്യക്തമായ വിവരം ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചീഫ് എഞ്ചിനീയർ HRMന് വിവരാവകാശം നൽകി 12/7/2023. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ 2023 അനുസരിച്ച് 8/6/2023 വരെയുള്ളവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കണമെന്നാണ് പറയുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി. ആ ഉത്തരവ് ഞങ്ങൾ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ആ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ഷെഡ്യൂൾ പോലും ബോർഡ് തയ്യാറാക്കിയിട്ടില്ല. ഗുരുതരമായ കുറ്റമാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്. അംഗീകാരമുള്ള യൂണിയനും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഒരു ഷെഡ്യൂൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അല്ലെ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു, ഇന്ന മാസം നടത്തുമെന്നൊരു ഓർഡർ ഇറക്കണമെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇനിയുള്ള നിയമനത്തിലെ ക്വാളിഫിക്കേഷൻ പറയണം. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തൊഴിലാളികളെ കബളിപ്പിച്ചുകൊണ്ട് അധികം നാൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമുക്ക് ഇടപെടുക. ഒന്നുമില്ല, IT പഠിപ്പിക്കാനൊന്നും ഇനി വിടണ്ട. IT ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ബോർഡിന്റെ RPTAയിൽ ട്രെയിനിങ് കൊടുക്കുക. അടുത്ത പോസ്റ്റിംഗ് കേസ് വരുന്നതിന് മുമ്പ് ട്രെയിനിങ്ങിന്റെ ഷെഡ്യൂള് പബ്ലിഷ് ചെയ്യണം. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. 6 മാസത്തിനകം നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ 2023 ഇപ്പൊ ബാധകം. 2010 ശേഷം 2023 ഒരു റെഗുലേഷൻ വന്നാൽ റെഗുലേഷൻ 23 ബാധകം. 23 റെഗുലേഷൻ അനുസരിച്ച് 8/6/2023 വരെയുള്ളവർക്ക് ഒരു ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ട്രെയിനിങ് KSEBക്ക് തന്നെ നൽകാമെന്നും പറയുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ KSEB മറുപടി തന്നതിൽ പറയുന്നുണ്ട്, പെറ്റാർക്കിൽ നിന്നും ഒരു കത്തെഴുതിയത്. അവരതിനകത്ത് തന്നെ സിലബസ് CAയുടെ സൈറ്റിൽ കയറി സിലബസ് നോക്കിയപ്പോൾ അതിനകത്ത് എല്ലാ 6 ആഴ്ച 4 ആഴ്ച ട്രെയിനിങ്ങുകളെ പറയുന്നുള്ളൂ. ടെക്നീഷ്യൻസിന്റെ ഒക്കെ ട്രെയിനിങ് ഡിസ്ട്രിബ്യൂഷനിൽ 2 ആഴ്ച, ട്രാൻസ്മിഷനിൽ 2 ആഴ്ച, ഹൈഡ്രോയിലാണ് 1 മാസം. പിന്നെ എഞ്ചിനീയർക്കും ഉണ്ട് ട്രെയിനിങ് കേട്ടോ. അത് 3 മാസം, 6 ആഴ്ച അങ്ങനെ വിവിധ ട്രെയിനിങ് പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ പറയാൻ സമയമില്ലാത്തത്. അപ്പൊ ആ ട്രെയിനിങ്ങുകൾ കൊടുക്കാനുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഷെഡ്യൂളോ. ഞാൻ 7ാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. MOU ട്രെയിനിങ് ഷെഡ്യൂൾ പുറത്തിറക്കിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് MOU വയ്ക്കാത്തതുകൊണ്ട് ട്രെയിനിങ് ഷെഡ്യൂൾ പുറത്തിറക്കിയില്ല. അപ്പൊ ഇതൊക്കെ എനിക്ക് മറുപടി കിട്ടുന്ന ദിവസം വെച്ചുള്ള കാര്യങ്ങളാണ്.
മറുപടി അവർ എഴുതിയിരിക്കുന്നത് പല പ്രാവശ്യമായിട്ടാണ് തന്നെ. ഒരു കൂട്ടർ ചോദിച്ചപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ച് അവിടുന്ന് വേറൊരാൾ തന്നാണ് മറുപടി ലഭിച്ചത്. അവസാനത്തെ മറുപടി ലഭിച്ചത് 25/11/2024. ഇപ്പൊ 1 മാസം ആകാറായി. ഈ 1 മാസത്തിനിടയ്ക്ക് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യുകയും ട്രെയിനിങ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്.